രണ്ട് വധഭീഷണികളും ആ ഭീഷണികളോട് അതിനിരയായ രണ്ടുപേർ നടത്തിയ വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് ഇന്നത്തെ വിഷയം. അതിൽ ഒന്നാമത്തെ ഭീഷണി വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്, ഇറാന്റെ പരമോന്നത നേതാവിനെതിരെയുള്ളതാണ്. രണ്ടാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ളതും. ഏതായാലും ഒന്നാമത്തെ ഭീഷണി, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ നേരെയുള്ള ഭീഷണി, അത് മുഴക്കിയവർ നടപ്പിലാക്കി കഴിഞ്ഞു. അത് ലോകം അറിയുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ട്രംപിനെതിരെയുള്ള ഭീഷണി, അതിൽ നിന്ന് ട്രംപ് അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ വിഷയം. ഇസ്രയേലും അമേരിക്കയും ദീർഘകാലമായി ഇറാന്റെ ഉന്നത നേതാക്കളെ വധിച്ച് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ദീർഘകാല പദ്ധതിയാണ്. അതിൻ്റെ നടപ്പിലാക്കലാണ് 2026 ഫെബ്രുവരി 28 അവർ നടപ്പിലാക്കിയത്. അതിൽ ആയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും അലി ഖാംനെയിയുടെ അടുത്ത കുടുംബാംഗങ്ങളും വേറെ കുഞ്ഞുങ്ങൾ പോലും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ബലിയായി. അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിനു നേരെ, കോമ്പൗണ്ടിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിലാണ് അവരെല്ലാവരും ബലിയായത്. അമേരിക്കയും ഇസ്രായേലും സ്വയം പ്രഖ്യാപിച്ച് പരസ്യമായി ചെയ്തതാണത്. അതിനെക്കുറിച്ച് ലോകത്തിന് മിണ്ടാട്ടമില്ല. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ, വയോവൃദ്ധനായ ഒരു വ്യക്തിയെ ഇത്ര നിഷ്കരുണം, ഇത്ര നീചമായ രീതിയിൽ വധിച്ചത് ലോകത്തിന് പ്രത്യേകിച്ച് വികാരങ്ങളും അതിനെക്കുറിച്ചുണ്ടായില്ല. അതേസമയത്ത് അമേരിക്കൻ പ്രസിഡന്റിന് നേരെയുള്ള വധഭീഷണി, അതിൻ്റെ സ്രോതസ് ഇനിയും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ മാത്രം നൽകിയ, മൊസാദ് മാത്രം നൽകിയ സൂചനകൾ അനുസരിച്ചാണ് സീക്രട്ട് സർവീസ് ഏജന്റുമാർ ശ്രീ ട്രംപിനെ തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നാറ്റോ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് എയർഫോഴ്സ് 1 വിമാനത്തിൽ പരസ്യമായി കയറുന്നത് പോലെ കാണിച്ച് അതിൽ നിന്ന് രഹസ്യമായി അദ്ദേഹത്തെ ഒരു കാറ്ററിംഗ് ട്രക്കിന്റെ മറവിൽ മറ്റൊരു C-32 സൈനിക വിമാനത്തിൽ കയറ്റി സ്വകാര്യമായി പറഞ്ഞയച്ചത്. ഇതിന് നിദാനമായ രഹസ്യം പുറത്തുവിട്ടതാവട്ടെ മൊസാദാണ്. CIA-ക്കോ തുർക്കിയിലെ സീക്രട്ട് ഏജന്റുമാർക്കോ ഈ വിവരം ലഭ്യമായിരുന്നില്ല. അവർ ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഏതായാലും ഇസ്രായേലിന് ട്രംപിന് വധഭീഷണിയുള്ളതായി ഇസ്രായേലാണ് മനസ്സിലാക്കിയതും ആ വിവരം നൽകിയതും. അതനുസരിച്ച് ട്രംപ് അതിവിദഗ്ധമായി എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കൊച്ചു സൈനിക വിമാനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം റൂട്ട് മാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ടു. ഇതേ സമയത്താണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയ്ക്ക് നേരെ ഉണ്ടായ വധഭീഷണി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളും മറ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി, മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക്. ഏതായാലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണി, വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ ജീവൻ രക്ഷിക്കാൻ, പരമോന്നത നേതാവിനെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ അലി ഖാംനെയി അതിനോട് പ്രതികരിച്ചത്, ഇറാന്റെ ജനസംഖ്യ 9,32,00,000 ഈ 9 കോടി ആളുകൾക്കും 9,32,00,000 പേരെയും മാറ്റിപ്പാർപ്പിക്കാൻ വല്ല സംവിധാനങ്ങളും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതൊരിക്കലും ഉണ്ടാവുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ആ 9 കോടി ആളുകൾ മരിക്കുന്ന രീതിയിൽ എനിക്കും മരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതേസമയത്ത് ഞാൻ മാത്രം രക്ഷപ്പെട്ട് ഒളി സങ്കേതത്തിലേക്ക് മാറുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അതിന് അദ്ദേഹം കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് തുടർന്ന് വ്യോമാക്രമണം ഉണ്ടായതും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൊച്ചു പേരക്കുഞ്ഞടക്കം മറ്റു പലരും അതിൽ ബലിയായതും. എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ വധഭീഷണി ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ മാത്രം പറഞ്ഞ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിവിദഗ്ധമായി ട്രംപ് എയർഫോഴ്സ് 1 നിന്ന് ട്രക്കിന്റെ മറവിൽ ചെറിയ സൈനിക വിമാനത്തിൽ രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെടുമ്പോൾ എയർഫോഴ്സ് 1 വിമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന മാധ്യമപ്രവർത്തകർ, വൈറ്റ് ഹൗസിലെ ജീവനക്കാർ, എല്ലാവരും, ആ വിമാനം മുഴുവൻ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആളുകൾ. അവരെ മുഴുവൻ ആ വിമാനത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട്, ആ വിമാനം ആക്രമിക്കപ്പെട്ടേക്കാം, മിസൈൽ ആക്രമണത്തിന് വിധേയമായേക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും മാത്രം അതീവ രഹസ്യമായി അതിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. ആ സമയത്താണ് അലി ഖാംനെയി തന്റെ 9 കോടി ജനങ്ങൾക്കില്ലാത്ത രക്ഷ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞതും ഡൊണാൾഡ് ട്രംപ്
തന്റെ സന്തത സഹചാരികളായ ഉദ്യോഗസ്ഥരെയും മാധ്യമ പ്രവർത്തകരെയും വിമാനത്തിൽ മിസൈൽ ആക്രമണത്തിന് സാധ്യതയുള്ള എയർഫോഴ്സ് 1 എന്ന വിമാനത്തിൽ ഉപേക്ഷിച്ച് സ്വയം രക്ഷപ്പെട്ടു പോയതും. ആദ്യത്തേതിൽ സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ് ആക്രമണത്തിൻ്റെത് എങ്കിൽ രണ്ടാമത്തേതിൽ ഇനിയും സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാത്ത സംശയത്തിന്റെ മാത്രം മറവിൽ സീക്രട്ട് ഏജന്റുമാർ അദ്ദേഹത്തെ മാറ്റിയതാണ്. ഏതായാലും ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അലി ഖാംനയി എന്ന ഇറാനിയൻ നേതാവിന്റെ അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള നിലപാടും ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജനങ്ങളോടും അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളോട് പോലുമുള്ള നിലപാടും ആണിവിടെ നമ്മെ ചിന്തിപ്പിക്കുന്നത്, നാം താരതമ്യം ചെയ്യേണ്ടത്. അമേരിക്കൻ ജനതയെ മുഴുവൻ രക്ഷപ്പെടുത്തണമെന്നല്ല, അദ്ദേഹത്തോടൊപ്പം ആക്രമണ വിധേയമാകാൻ പോകുന്ന എയർഫോഴ്സ് 1 യാത്രക്കാരായി തൻ്റെ സന്തത സഹചാരികളായ ആളുകളെ എങ്കിലും അതിൽ നിന്ന് മാറ്റാമായിരുന്നു ട്രംപിന്. അതിന് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തെ മാത്രം രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇവിടെയാണ് ഒരു രാഷ്ട്ര നേതാവിന്റെ, ഒരു ലോക നേതാവിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മനുഷ്യന്റെ തനിനിറം പുറത്തിയാടുന്നത് അവൻ മരണത്തോട് മുഖാമുഖം വരുമ്പോഴാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി ഈ 2 സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു വ്യക്തി മരണത്തെ ഭയപ്പെടുന്നു എന്നും ഏതൊരു വ്യക്തിയാണ് മരണത്തെ നിസ്സാരമായി കാണുന്നു എന്നുമുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഒരു ജനതയോടുള്ള പ്രതിബദ്ധത, താങ്കളുടെ ജനതകളോടുള്ള പ്രതിബദ്ധത 2 നേതാക്കൾ കാണിച്ച രീതിയാണ് ഇവിടെ നാം കണ്ടത്. ഒരാൾ തന്റെ ജനങ്ങൾക്കില്ലാത്ത രക്ഷ തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ മറ്റൊരാൾ തന്റെ കൂടെയുള്ളവർ പോലും നശിച്ചാലും തനിക്ക് രക്ഷപ്പെടണം എന്നാണ് കാണിച്ചത്. ഇത് ലോകത്തിന് എക്കാലത്തേക്കുമുള്ള 2 മാതൃകകളായി നിലകൊള്ളുക തന്നെ ചെയ്യും. രാഷ്ട്രീയ വിശകലനക്കാരും നയതന്ത്ര വിദഗ്ധരും ഈ 2 സംഭവങ്ങളെയും ഏതു തരത്തിൽ കണ്ടാലും സാമാന്യ ജനങ്ങളുടെ പൊതുബോധം ഇത് 2നെയും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇതിൽ ആരാണ് യഥാർത്ഥ ജനനേതാവ്, ആരാണ് യഥാർത്ഥ വ്യക്തിത്വത്തിന് ഉടമ എന്ന് നമുക്ക് ഈ 2 സംഭവങ്ങളിൽ നിന്ന്, 2 വ്യക്തികളുടെ 2 പെരുമാറ്റങ്ങളിൽ നിന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ കൂടി. അയത്തുള്ള അലി ഖാംനയെ സംബന്ധിച്ചിടത്തോളം മരണം അദ്ദേഹത്തിന് അന്ത്യമായി കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് മരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള വഴി തുറക്കൽ മാത്രമാണ്. അതേസമയത്ത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചാവട്ടെ അദ്ദേഹത്തിന് മരണം സർവ്വതിൻ്റെയും അന്ത്യമാണ്. എല്ലാ പ്രതാപത്തിൻ്റെയും എല്ലാ സുഖസൗകര്യങ്ങളുടെയും ജീവിത സുഖങ്ങളുടെയും പരമമായ അന്ത്യമാണ് അയാളെ സംബന്ധിച്ച് മരണം. ആദ്യത്തെ ആളെ സംബന്ധിച്ചാവട്ടെ മരണം ശാശ്വതമായ ഉന്നതമായ ഒരു ജീവിതത്തിലേക്കുള്ള പടിവാതിൽ മാത്രം. ഈ വ്യത്യാസമാണ് ഇവരെ 2 പേരെയും ഈ വ്യത്യസ്ത രീതിയിൽ മരണത്തിനു മുമ്പിൽ പ്രതികരണങ്ങൾ വ്യത്യസ്തമാകാൻ കാരണം എന്നുകൂടി നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പരലോകം എന്നത്, മരണാനന്തര ജീവിതം എന്നതും സത്യമാകട്ടെ മിഥ്യയാകട്ടെ, പക്ഷേ ഐഹിക ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ മനുഷ്യനെ മാന്യമായി നിലപാടെടുക്കാൻ അത് പ്രേരകമാകുന്നുണ്ട് എന്നുകൂടി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ഒരു രാഷ്ട്ര നേതാവും വധിക്കപ്പെടുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. ലോകത്ത് ഇന്നേ വരെ നീചമാം വിധം വധിക്കപ്പെട്ട നിരവധി ലോക നേതാക്കളുണ്ട്. അതിനൊക്കെ പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന ചില കോൺസ്പിറസി തിയറികളുമുണ്ട്. ആ കോൺസ്പിറസി തിയറികളെല്ലാം വില്ലൻ വേഷം ഒരു നിശ്ചിത വിഭാഗത്തിനോ നിശ്ചിത സംഘടനക്കോ ലോകമാസകലം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനോ ആണെന്നും കാണാം. ഏതായാലും അതിന്റെ അസത്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യം നമുക്കില്ല. അതെല്ലാം കോൺസ്പിറസി തിയറികളായും പാതി സത്യങ്ങളായും ചിലതൊക്കെ മുഴു സത്യങ്ങളായും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഒരു മനുഷ്യന്റെ ആത്മധൈര്യം ഏതൊക്കെ ഘട്ടത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നതും ആ പരീക്ഷണങ്ങൾ വിജയിക്കാൻ ആർക്കൊക്കെയാണ് ആവുക എന്നുള്ളതും ഈ 2 സംഭവങ്ങളിലൂടെ ഒന്ന് പരിശോധിച്ചു എന്ന് മാത്രം. എയർഫോഴ്സ് 1 ട്രംപ് കൂടി തങ്ങളോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഏത് സമയത്തും മിസൈൽ ആക്രമണത്തിന് വിധേയമാകാൻ പോകുന്നു എന്ന വിവരമറിയാതെ ആ എയർഫോഴ്സ് 1 സഞ്ചരിച്ചിരുന്ന പാവപ്പെട്ട മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് ജീവനക്കാരും ആ വിമാനത്തെക്കുറിച്ച് പിന്നീട് ട്രംപിന്റെ രഹസ്യ രക്ഷപ്പെടൽ മൂലം ആ വിമാനത്തെക്കുറിച്ച് പൊതുവെ മീഡിയകൾ പറഞ്ഞത് ഡിക്കോയ് വിമാനം, വഞ്ചനാ വിമാനം എന്നാണത്. കാരണം ഒരു അറ്റാക്കിന്, ഒരു ആക്രമണത്തിന് വിധേയമാകാൻ പോകുന്ന ഒരു വിമാനത്തിൽ ആ വിവരം പറയാതെ ഈ മനുഷ്യരെ അതിൽ കയറ്റി വിട്ടത്
തികച്ചും വഞ്ചനാപരമായിരുന്നു എന്ന അർത്ഥത്തിലാണ് അതിന് എയർഫോഴ്സ് വണ്ണിന് ഡിക്കോയ് വിമാനം എന്നൊരു പേര് കൂടി വീണു അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം വഞ്ചനാ വിമാനം എന്ന്.